ശരിക്കും ബിഗ് ബോസ് പ്രേക്ഷകരെയൊക്കെ സങ്കടപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വാർത്തയാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഷാനവാസിനെ നെഞ്ചുവേദനയായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുകയാണ്. അപ്പോൾ 2 ദിവസമായിട്ട് ഷാനവാസ് നല്ലപോലെ കളിക്കുന്നുണ്ട്. ഓൾറെഡി തന്നെ ആദ്യത്തെ എപ്പിസോഡിലൊക്കെ തന്നെ ലാലേട്ടൻ വീട്ടിൽ നിന്നൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഷാനവാസ് ഓക്കെ ആണോ, അല്ലെങ്കിൽ ഇത്രയും ടെൻഷനൊക്കെ അടിക്കാൻ വയ്യെങ്കിൽ ഇറങ്ങി വരണോ എന്നൊക്കെ ചോദിച്ച് വിളിച്ചിരുന്നു. അപ്പോഴേക്കും ഷാനവാസ് പറഞ്ഞ് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ആൾ നല്ല അടിപൊളിയായിട്ടൊക്കെ കളിച്ച് പോരുമായിരുന്നു. ഓൾറെഡി ഒരു പ്രാവശ്യം അറ്റാക്കൊക്കെ വന്നിട്ടുണ്ടെന്ന് ഷാനവാസ് അക്ബറിനോടൊക്കെ പറയുന്നത് നമ്മൾ കേൾക്കുകയും ചെയ്തു. പക്ഷേ ഈ ഒരു റിയാസ് ഹോട്ടൽ ആ ഒരു ഗസ്റ്റായിട്ട് വന്നതിന് ശേഷം ഷാനവാസിന് ഒരുപാട് പ്രൊവോക്ക് ചെയ്യുകയും ആൾ ഒരുപാട് ഇതാകുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആയിരിക്കും ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു വേദന. ചെറിയ വേദനയാണെങ്കിൽ അകത്ത് ഡോക്ടർമാരൊക്കെ ഉണ്ട്, പക്ഷേ ഇത് കുറച്ച് കൂടിയ വേദന ആയതുകൊണ്ടാണ് ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഷാനവാസിന് വേണ്ടി പ്രാർത്ഥിക്കാം. ബിഗ് ബോസ് ഹൗസിലെന്ന് പറയുമ്പോൾ ഇപ്പോൾ 2 ദിവസമായിട്ട് ഭയങ്കര ടെൻഷനൊക്കെ ആയിട്ട് ഇരുന്നുകൊണ്ട് തന്നെ നല്ലപോലെ ഫുഡും കിട്ടുന്നില്ല, റെസ്റ്റും കിട്ടുന്നില്ല. അപ്പം ഷാനവാസ് എന്തായാലും ശരീരം മറന്ന് തന്നെയാണ് ആ ഒരു ഗെയിമിലൊക്കെ അടിപൊളിയായിട്ട് പങ്കെടുക്കുന്നത്. പക്ഷേ ശരീരത്തിന് അതിൻ്റെ അവസ്ഥ അറിയാവുന്നതുകൊണ്ട് തന്നെ ഓരോ അവസ്ഥയിലും ഓരോ അസുഖങ്ങളൊക്കെ പുറത്ത് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ എന്തായാലും നെവിനുമായിട്ടുള്ള കേസ് ഷാനവാസിന് കുറച്ചുകൂടെ മെൻ്റലിയും കുറച്ചുകൂടെ ആരും സപ്പോർട്ട് ചെയ്യാതെ ഇരിക്കുമ്പോൾ മെൻ്റലി കുറച്ചുകൂടെ ഡൗൺ ആക്കിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. എന്തായാലും ലാലേട്ടൻ വന്നാൽ നെവിൻ്റെ ഭാഗത്ത് നിന്നേ സംസാരിക്കുകയുള്ളൂ. നമ്മൾ ആദിലയുടെ നൂറയുടെയൊക്കെ കേസിൽ നമ്മൾ കണ്ടതാണല്ലോ. അപ്പോൾ എന്താവും നമുക്ക് കണ്ടറിയാം. എന്തായാലും ഷാനവാസിനെ നല്ലത് വരട്ടെ. താങ്ക് യു.